അയ്യോ ഞങ്ങൾ അടിക്കല്ലേ സാറേ, അയ്യോ അയ്യോ സാറേ അടിക്കല്ലേ സാറേ, ഞങ്ങളൊന്നും ചെയ്തില്ല. വാതിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. അടിക്കല്ലേ സാറേ, സാറേ അടിക്കല്ലേ, അയ്യോ അയ്യോ അടിക്കല്ലേ സാറേ. ഇത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അവരോടൊന്ന് വരാൻ പറയും. സ്റ്റേഷനിൽ നല്ല ചൂടാണല്ലോ. ഇവിടുത്തെ പെരുമാറൽ കുറച്ച് കൂടുതലാണല്ലോ. പോവാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അർജന്റായിട്ട് സാർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. സിറ്റിക്കകത്തുള്ള വളരെയധികം പേരും പ്രശസ്തിയുള്ള ഒരു വീട്ടിലെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ആ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. രാജ്കോട്ടി സിൽക്സ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഇവരെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഇല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ നല്ല കൈത്തറി വസ്ത്രങ്ങൾ വിൽക്കലാണ് ഈ സ്ഥാപനത്തിന്റെ സ്പെഷ്യാലിറ്റി. ഈ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫാമിലി എനിക്ക് അറിയാം സർ. അനന്തൻ നായരും മുകുന്ദൻ നായരും രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇത് ലീലാവതി, ഇത് മുകുന്ദൻ നായർ. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇത് ഇവരുടെ മകൻ രോഹിത്. ഇവൻ ദർശൻ. ടിനു ലഹരി. ഇവർ രണ്ടുപേരും അനന്തൻ നായരുടെ മക്കൾ. ഒരു ചെറിയ തുണിക്കടയിൽ നിന്നും ആരംഭിച്ച് പുതിയ പുതിയ ഡിസൈനുകൾ നന്നായി നെയ്തെടുത്ത് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി. ഇവിടെ കൂടാതെ പുറം നാടുകളിലേക്കും നമ്മുടെ കൈത്തറി വസ്ത്രങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ മുഖ്യ പങ്കുവഹിച്ചത് ഇവരാണ്. ഈ പ്രസ്ഥാനത്തെ നെടുന്തൂണായി വളർത്തിക്കൊണ്ടുവരുന്ന ശക്തി അനന്തൻ നായരുടെ ഭാര്യ ശ്രീമതി ആനന്ദ ഭൈരവി. The most successful business woman of the year, Mrs. Ananda Bhairavi. Please come on the stage. നമസ്കാരം മാഡം. ഇവരുടെ വീട്ടിലാണ് ഈ പറഞ്ഞ മോഷണം നടന്നിരിക്കുന്നത്. സംശയമുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നോ യൂസ്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. ഹായ് ഫാമിലി. വെൽ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന വീട്. വീടിന്റെ 4 ഭാഗത്തും CCTV ക്യാമറയാ. അവിടെ ഒരു ഈച്ച പറയാ പോലും അറിയാൻ സാധിക്കുന്നതാ. എന്നിട്ട് ഇത്രയും ആഭരണം പോയിട്ട് അറിയാതിരിക്കും. അപ്പോൾ വലിയൊരു മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. Okay, sir. I will handle this. Good.
മതിയാക്ക്. ജെഡി, ആ വീട്ടിൽ മോഷ്ടിച്ചത് ഇവരല്ല സർ. കെടി. ഉം. 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 കലവിലിയാണോ? അയ്യോ, എത്ര പേർക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം? എന്റെ പേര് കലബില ചലബില എന്നൊന്നും അല്ല. എല്ലിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഫുൾ സ്റ്റോപ്പ് എന്താ വിഴുങ്ങിപ്പോയോ? എൽ കബില. ശരി ശരി, കാര്യം എന്താന്ന് വെച്ചാ പറ. അങ്ങനെയാണോ? ഇപ്പൊ തന്നെ ഞാനിത് മാഡത്തിനോട് പറയാം. മാഡം, എന്തു പറ്റി കപില? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പഴാ മാഡം കോള് വന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കളവ് പോയ ആഭരണങ്ങളെല്ലാം കിട്ടിയെന്ന്. കള്ളനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആഭരണങ്ങളെല്ലാം റിക്കവർ ചെയ്യാൻ നമ്മളെ വിളിച്ചിരിക്കുക. നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണം ഇത് തന്നെയാണോ? അതെ സർ, ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. ആനന്ദി, നിന്റെ പ്രയത്നം വെറുതെ ആയി പോയില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇത്രയൊക്കെ ധൈര്യത്തിൽ മോഷ്ടിച്ചത് ആരാണ് സാർ? നിങ്ങൾക്ക് ഇവരാരാന്നറിയോ? ഇവളാണ് പ്രീതി. ഞങ്ങളുടെ ഷോപ്പിലെ ചില വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മോഡലായിട്ട് വർക്ക് ചെയ്യുന്നവളാ. അതായത് ഈ മോഷണമൊക്കെ നടത്തിയത് നീയാണെന്ന്? നിനക്ക് ജീവിക്കാൻ ഒരു ജോലി തന്നിട്ട് നിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നോക്കി വളർത്തിയിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഇതൊക്കെ? നീ ഇങ്ങനെ ഒരു കള്ളിയായിരുന്നു ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. മോഷ്ടിക്കാതെ പിന്നെ എങ്ങനെയാ ഈ ആഭരണങ്ങളൊക്കെ നിന്റെ കയ്യിൽ വന്നത്? നിനക്കൊന്നും പറയാനില്ലേ? ഇവൾ പറയുന്നതൊക്കെ സത്യ. ഈ ആഭരണങ്ങൾ ഇവളല്ല മോഷ്ടിച്ചത്. മോഷ്ടിച്ച ആളുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ആളാ. ഇതെല്ലാം മോഷ്ടിച്ചത് എന്റെ വീട്ടിലെ ആളാണെന്നോ? അതെ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് CCTV ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുറത്തുനിന്നാരും വീട്ടിലേക്ക് വരുന്നതായി കാണാൻ സാധിച്ചില്ല. അപ്പോഴേ കാര്യം മനസ്സിലായി, കള്ളൻ പുറത്തുനിന്നുള്ള ആളല്ലാതെ വീട്ടിലെ അംഗമാണെന്ന്. വീട്ടിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അവിടെയുള്ള CCTVയുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും വളരെ കൗശലത്തോടെ പുറത്തേക്ക് കടത്തിയ ആ വ്യക്തി ഉണ്ടല്ലോ,
നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങളുടെ മകൻ രോഹിത്. എടാ എന്താടാ എന്താടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് നീ മോഷ്ടിക്കുകയാണോടാ? അതെല്ലാം നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി കരുതി വെച്ചിരുന്നതല്ലേ? എന്റെ മരുമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആശിച്ച് വാങ്ങി വെച്ചതാ. അതൊക്കെ നീ ഇവൾക്ക് എടുത്ത് കൊടുക്കാണോടാ? ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. എന്തൊക്കെയാടാ ഇവള് പറയുന്നേ? ഇവള് പറഞ്ഞ ശരിയാ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇവളായിരിക്കണമെന്ന് എനിക്ക്. നിങ്ങൾ കരുതി വെച്ച് സ്വർണ്ണമൊക്കെ നിങ്ങളുടെ മരുമകളുടെ കയ്യിൽ തന്നെയല്ലേ എത്തിച്ചേരുക? നീ എന്റെ വാങ്ങിക്കും. മിണ്ടാതിരുന്നോ നീ? ഒരു വകതിരിവില്ലാത്ത പെണ്ണ് എന്റെ മരുമകളായി വരാനോ? സ്നേഹിക്കുന്ന കാര്യം ഒന്നുമില്ലെങ്കിൽ ഞങ്ങളോട് പറയണം, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരോട് പറയണം. അങ്ങനെ ഒന്നും ചെയ്യാതെ എന്താടാ ഇതൊക്കെ? പറയണമെന്ന് തന്നെയാ ഞങ്ങളും വിചാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പേടിച്ചിട്ടാ. ഇനി നീ മിണ്ടരുത്. പ്രേമൊന്നും പറഞ്ഞ് എന്റെ മകനെ നീ വലയിൽ വീഴ്ത്തി സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അമ്മേ, ഇവളെന്നെ പറ്റിച്ചൊന്നും അല്ലമ്മേ. ഇവളുടെ വലയിൽ വീണിട്ടൊന്നുമല്ല ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ആനന്ദഭൈരവി കുടുംബത്തിലെ ഒരാളെന്നതിനപ്പുറം രോഹിത് എന്ന് പറഞ്ഞ ഇവനാണെന്ന് 10 പേര് കണ്ടാ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത് തെറ്റായിപ്പോയോ? അതുകൊണ്ടെന്താ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇത് നിങ്ങളുടെ പ്രേമത്തെ കുറിച്ചുള്ള വിഷയമല്ല, അതുപോലെ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചുമല്ല. ഇവന് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ചു തരുമോന്ന് ചോദിച്ചേനെ. എന്നാ ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ സ്വർണം ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹം തന്നെയാണോന്ന് ചിന്തിക്കണം രോഹിത്തെ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇവളുടെ വിഷമങ്ങളെല്ലാം എന്റെയും കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവളാകെ വിഷമിച്ചിരിക്കുമ്പോ മറ്റൊരു വഴിയും ഇല്ലാതെയാ. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിതൊക്കെ ചെയ്തത്. എന്നെ സ്നേഹിച്ചു പോയിന്നതല്ലാതെ പാവ ഇവള് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അത്ര ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി ഇരുന്ന് സംസാരിക്കാം. അതായിരിക്കും നല്ലത് രോഹിത്. ഇത് ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല മാഡം, ഇനി ഇവിടുന്ന് കല്യാണം കഴിയാതെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. നീ വിവാഹത്തെക്കുറിച്ചാ സംസാരിക്കുന്നത്. ഇതൊരു കുട്ടിക്കളിയല്ല. നിങ്ങളുടെ പ്രണയം പ്രാധാന്യമുള്ളതുപോലെ ഞങ്ങളുടെ കുടുംബത്തിനും ചില രീതികളൊക്കെ ഉണ്ട്. ഒരു മകന്റെ കല്യാണക്കാര്യത്തില് സ്വന്തം അച്ഛനമ്മമാർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവസാനം നിങ്ങളുടെ കൂട്ടുകുടുംബത്തിന്റെ തീരുമാനമായിരിക്കും നടപ്പിലാക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാ മീഡിയ വരെ വിളിച്ചു വരുത്തിയത്.
പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ പേര് കേട്ട വ്യവസായിയായ രാജ്കോട്ട് സിൽക്സ് ഉടമയുടെ മകൻ ഒരു പ്രണയബന്ധത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ പോലീസുകാർ മീഡിയസിനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. സമൂഹത്തിലെ ഉന്നതർ അവരുടെ മകന്റെ പ്രണയത്തെ അംഗീകരിക്കുമോ അതോ തള്ളിക്കളയുമോ നമുക്ക് കണ്ടറിയാം. വീട്ടിലെ മുതിർന്നവരെ ധിക്കരിച്ചുകൊണ്ട് ആ പ്രണയ ജോഡികൾ ഒന്നിക്കുമോ അതോ വേർപിരിഞ്ഞു പോകുമോ? ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസുകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. അപ്പൊ നീ ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം നാറ്റിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ട് തന്നെയാണോ വന്നിരിക്കുന്നത്? നോക്കു രോഹിത്തെ, പ്രേമിക്കുന്ന സമയത്ത് ആരെന്തു പറഞ്ഞാലും അത് തലേ കയറില്ല. നോക്ക്, ആദ്യം ഇവള് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ നിന്നോട് സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു, ഇപ്പൊ ഇന്ന് ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ പറയുന്നു. ഹ, ഇതെല്ലാം ഇവളുടെ പ്ലാനാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും തിരഞ്ഞെടുത്ത ഈ വഴിയുണ്ടല്ലോ, അതിനെയാണ് ഞാൻ തെറ്റെന്ന് പറയുന്നത്. ഒരു തെറ്റുമില്ല. ഞങ്ങൾ പ്രായപൂർത്തിയായവരാ. രോഹിത്, നീ എന്തോന്ന് പറയാത്തത്? നമ്മളിപ്പോ ഇവരും പറയുന്നത് കേട്ട് ഇതുപോലെ ഇറങ്ങിപ്പോയാൽ നമ്മൾ പിന്നീട് ഒരിക്കലും കാണില്ല. കാണാൻ ഇവര് സമ്മതിക്കില്ല. We can't fulfill our dreams. അപ്പോ നിങ്ങൾ രണ്ടുപേരും വലിയ ആൾക്കാരായെന്നാണോ പറഞ്ഞു വരുന്നത്? മുതിർന്ന ആൾക്കാരുടെ സമ്മതമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണോ ഈ പറഞ്ഞു വരുന്നേ? നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി രോഹിത്. ഇവരുടെ അന്തസ്സിന് ഞാൻ ചേരില്ലായിരിക്കാം. എന്റെ അടുത്ത് സ്വത്തും പണമൊന്നും ഇല്ലല്ലോ. അതുതന്നെയാ ഇവരുടെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഇവരെന്നെ വേണ്ടാന്ന് പറയുന്നത്. ആനന്ദമരിയുടെ കുടുംബം എന്ന് പറഞ്ഞ വലിയൊരു കൂട്ടുകുടുംബം, വലിയ തറവാടികളാണെന്നാ പറയാറ്. പക്ഷെ ഇവര് മറ്റുള്ളവരെ പോലെ പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന വേർതിരിവ് കാണിച്ച് അന്തസ്സളക്കുന്നവരാണ്. എന്നിട്ട് പുറമെ നല്ലവരെ പോലെ അഭിനയിക്കുന്നു. അഭിനയിക്കുന്നതോ നീയാടി. എന്റെ കുടുംബത്തിന് നിന്നെ പോലെ രത്തിക്കണിയെ വേണ്ടാന്ന് വെച്ചിട്ടാ. നോക്ക് രോഹിത്, അമ്മേ, ഇനി ഇവളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എന്റെ അമ്മയാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. രോഹിത്, ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി ചേച്ചിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചോ നീ. നിന്നെ പെറ്റ അമ്മയുടെ അടുത്ത് ഒരമ്മ എന്ന പരിഗണന നീ ഒരിക്കലും കാണിക്കുന്നുണ്ടാവില്ല. എന്നാൽ എന്റെ ഈ ചേച്ചി എനിക്ക് എന്റെ അമ്മയേക്കാൾ വലിയ സ്ഥാനത്താ ഉള്ളത്. പ്രീതി ഞാനും തമ്മിൽ സ്നേഹത്തില. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കൂ. എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കല്യാണത്തിന് സമ്മതിച്ചുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും മുതലും ഒന്നും വേണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് രോഹിത്. വേണ്ട ആനന്ദ, നമ്മളെ നമ്മുടെ കുടുംബത്തെ അവൻ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കും അവനെ വേണ്ട. വാ പോവാം. ചേച്ചി, ഞാൻ നിന്റെ ചേച്ചിയായിട്ടല്ല ഇപ്പൊ നിന്നോട് ഇതൊന്നും പറയുന്നത്. ഞാൻ അവനെ പ്രസവിച്ച അമ്മയല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ എങ്ങനെ നിൽക്കും ആനന്ദ? സ്വന്തം മക്കള്
തള്ളയും തന്തയും മരിച്ചു പോയതിന് ശേഷം മാത്രമാടാ കൊള്ളിവെക്കുന്നത്. പക്ഷെ നീയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊള്ളിവെച്ചു. നല്ല കാര്യമാണ് നീ ചെയ്തത്. നിനക്ക് സന്തോഷമായല്ലോ.